ഇപ്പൊ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്തേക്കാറാണ് കേട്ടോ. അതായത് നമുക്കും കുട്ടികൾക്കും എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് ബോട്ടിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെള്ളമായിട്ട് വെക്കും. അടുക്കളയിൽ വന്ന് ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കുന്നതല്ലേ നമുക്കൊക്കെ മടിയുള്ള കാരണം. ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മളും കുട്ടികളും നല്ലപോലെ വെള്ളം കുടിക്കൂലേ, അതും ബോട്ടിൽ കുടിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി എനർജി കൂടും. കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ക്ലേ കൊണ്ട് സച്ച് ചെയ്ത വർക്കാണ് കേട്ടോ ഇത്. ക്യാരറ്റ്, സ്ട്രോബെറി, മുന്തിരി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ കൈപ്പക്ക കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കറി കൂട്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ ചോറ്. പിന്നെ നല്ല മാങ്ങാച്ചാറും നല്ല പയറുപ്പേരിയും കൂടെ ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ബാലൻസ് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രൂട്ട് സലാഡ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലേ ഞാൻ എന്തിനാണ് ഇത്ര അധികം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഇഷ്ടമാകുമ്പോൾ തോന്നുമ്പോൾ പൂതിയാകുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചില ടൈമിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത്രയും ടൈം ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂതിയാണല്ലോ, അപ്പൊ കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. വൈകുന്നേരം ആയപ്പോൾ പോക്കറ്റ് ഷവർമന്റെ പോലെ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഫ്ലേവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ. പിന്നെ അതാ കുറച്ച് കൈപ്പൊക്കെ എടുത്തിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചക്കക്കുരു പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി വേണമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇന്നലത്തെ കൈപ്പൊക്കെ കറി കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്ക് ചോറ് കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് കറി വെക്കണല്ലോ. അപ്പൊ ഇന്ന് ചക്കക്കുരു മാങ്ങ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കറി. ഈ ഒരു കറിയുടെ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മാങ്ങ കറിയാണ്. ഇപ്പൊ ഞാൻ ഇത് ഇടാൻ കാരണം എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം ചക്കക്കുരു ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് കറി അടിപൊളിയായി വെച്ചിട്ടുണ്ടെങ്കിലും അതിന് കൂട്ടാൻ പറ്റിയിട്ട് നല്ലൊരു കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാത്രി ആയപ്പോൾ കുറച്ച് ബോട്ടി കൊണ്ടുവരുമെന്ന് വെച്ചപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഈ മാങ്ങാക്കറി ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയുണ്ടായിരുന്നു. അപ്പൊ രാത്രിക്കത്തെ ചോറ് എന്ന് പറയുന്നത് ഇതൊക്കെ പാടെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചതുകൊണ്ട് ഇതിലിടാൻ പറ്റി. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കട്ടോ, ശരീരം നല്ല പോലെ നോക്കുക. അപ്പൊ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് രാത്രി ആയിട്ടോ. അങ്ങനെ ഞാനിതാ കിടന്നിറങ്ങണം. ഗുഡ് നൈറ്റ്.